ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ 2026 12-ാം തീയതി ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നല്ല അവസരത്തിനായിട്ട് നന്ദി കരയേറ്റുന്നു. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സംഭവബഹുലമാകുന്ന ഒരു പകൽക്കാലം നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ അനേക അനർത്ഥങ്ങൾ, ആപത്തുകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, കഷ്ടങ്ങൾ, ഭാരങ്ങൾ സകലത്തിൽ നിന്നും വിടുവിച്ച് ഹല്ലേലൂയ ഒരു വൈകിയ സമയത്ത് നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാൻ ദൈവം തന്ന എല്ലാ നല്ല അവസരത്തിനായിട്ട് നന്ദി കരയേറ്റുന്നു. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഈ ലോകത്തിൽ ഒന്നുമില്ല. പുകഴ്ചയും പ്രശംസയും എല്ലാം നമ്മുടെ കർത്താവാകിയാൽ ആ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ മുന്നേറാമതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയപിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി സ്തുതിക്കുന്നു. വൈകിയ സമയത്ത് ഹല്ലേലൂയ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുമ്പോൾ അങ്ങടികളോട് സംസാരിക്കുമാറാകണം. പരിശുദ്ധാത്മാവിൻ്റെ ഹല്ലേലൂയ കവിഞ്ഞൊഴുക്ക് വലിയൊരു സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുമാറാകണം. ഈ പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, കർത്തദാസ് ഏൽപ്പിക്കുന്ന ഇന്നത്തെ ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്ന കേൾക്കുവാനായി കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, അവരുടെ കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നെറ്റ്വർക്കിൻ്റെ തടസ്സങ്ങൾക്ക് ലൈറ്റ് എല്ലാം ഹല്ലേലൂയ അനുഗ്രഹമായി നടക്കണം. എല്ലാ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ശുശ്രൂഷയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന വ്യാപാരങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീങ്ങിപ്പോകാൻ കൽപ്പിക്കുന്നു. തുടക്കം മുതൽ അവസാനം വരെ ദൈവസാന്നിധ്യം വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന പ്രകാരം ചെയ്തിരിക്കാതെ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം നമുക്ക് ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യപദവിയാണ് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നത്. സ്തോത്രം. ദൈവത്തെ അറിയുവാൻ, ഹല്ലേലൂയ ദൈവനാമത്തെ ഉയർത്തുവാൻ, ദൈവമക്കളായി ജീവിക്കുവാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിക്കുന്ന കാര്യമല്ല. ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തി ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്ന ഹല്ലേലൂയ അവർക്കാണ് ദൈവം ഹല്ലേലൂയ ഒരുക്കിയിരിക്കുന്ന വലിയ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ, വലിയ നന്മകൾ നൽകുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവമക്കളായി ഹല്ലേലൂയ നാം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റിക്കൊണ്ട്, ദൈവത്തിന് മഹത്വം പുകഴ്ചയും കരയേറ്റിക്കൊണ്ട്, ഹല്ലേലൂയ മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ കർത്താവാകിയാൽ ആ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കരയേറ്റിക്കൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങൾ നാം മുന്നേറേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ നമുക്കൊന്ന് ഒരുങ്ങാം കർത്താവിൻ്റെ വരവിനായിട്ട്. ഇനി അല്പകാലം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. താമസമിനെ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെതായ എല്ലാ കാര്യാദികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കൊന്ന് ഒരുങ്ങാം ദൈവപാദപീഠത്തിലേക്ക്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ തന്നെ ഒന്ന് ഒരുക്കാം. ഹല്ലേലൂയ നാം ഒരു ഉണർവിനായിട്ട് നമ്മെ ഒന്ന് ഒരുക്കാം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഹല്ലേലൂയ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നാം ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നിശ്ചയമായും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കര എന്നും കുറഞ്ഞിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുന്നവനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഭോഷ്ക് പറയുവാൻ ദൈവം മനുഷ്യനല്ല. ഹല്ലേലൂയ. ദൈവം ഉവ്വേ എന്ന് പറഞ്ഞാൽ ഉവ്വേ എന്ന്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്രകാരമുള്ള ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിൽ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ പൂർണ്ണമാകണം. സ്തോത്രം. ഹല്ലേലൂയ. ആ വാഗ്ദത്തങ്ങളെ ഹല്ലേലൂയ നിറവേറുന്നതിന് തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങൾ എന്തേന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങൾ നാം മുന്നേറേണ്ടത് ആവശ്യമാണ്. അബ്രഹാമിനെ വിളിച്ചിറക്കിയപ്പോൾ ഹല്ലേലൂയ അബ്രഹാം സകലതും വിട്ടു. അബ്രഹാം ഒരു ദൈവശബ്ദം കേട്ടുകൊണ്ട് ഹല്ലേലൂയ അബ്രഹാം ഹല്ലേലൂയ ദൈവത്തിൻ്റെ വിളിയെ മാനിച്ചുകൊണ്ട് ഇറങ്ങി കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞ
പറഞ്ഞപ്പോൾ ആ ദൈവശബ്ദത്തിന്റെ മുൻപിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ സകലത്തെയും വിട്ടുകൊണ്ടാണ് ഇറങ്ങിയത്. വിട്ടതിനെ പറ്റി ഹല്ലേലൂയ പിന്നെ ഓർത്ത് ഹല്ലേലൂയ പുറകോട്ട് പോയില്ല. സ്തോത്രം ഹല്ലേലൂയ. എങ്ങനെ വിളിച്ചു വേർതിരിച്ചു അപ്രകാരം സഞ്ചരിക്കുവാൻ ഇടയായപ്പോൾ അതിഉത്തമമായത് അബ്രഹാമിന് നൽകി. സ്തോത്രം. വിശ്വാസികളുടെ പിതാവ്, ബഹുജാതികൾക്ക് പിതാവ് എന്നുള്ള ആ പേരിൽ അബ്രഹാം ഇന്നും അറിയപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. കാരണം എന്തേ? ദൈവശബ്ദത്തെ അനുസരിച്ചത് കൊണ്ട്, ദൈവശബ്ദത്തെ പിന്തുടർന്നത് കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അബ്രഹാമിന്റെ സന്തതികളാകുവാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നുവെങ്കിൽ നാമും ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവശബ്ദത്തെ അനുസരിക്കുവാൻ, ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുവാൻ തയ്യാറാകുമ്പോൾ അസാധാരണമായ ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കണമോ? കഴിഞ്ഞതിനെയൊക്കെ നാം ഒന്ന് മാറ്റിവെച്ചതുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ കഴിഞ്ഞതിനെയൊക്കെ നാം ഒന്ന് പുറകോട്ടൊന്ന് മാറ്റിവെച്ചുകൊണ്ട് ഹല്ലേലൂയ മുൻപിൽ നാം പ്രാപിക്കുവാനിരിക്കുന്ന ഹല്ലേലൂയ ആ വലിയ മഹത്വത്തിന് വേണ്ടിയിട്ട് ആ ലാക്കിലേക്ക് ഓടേണ്ടതിന് ഹല്ലേലൂയ നമ്മെ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ വരുന്നതിനെ പ്രാപിക്കുവാനായി നാം തയ്യാറാകണം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എപ്രകാരമാണ്? ഹല്ലേലൂയ. അതിൽ നിന്നൊന്നുകൂടെ ഒന്ന് മുന്നേറുവാൻ, നമ്മെ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. നമ്മുടെ ദൈവവചനത്തിൻ്റെ ശക്തി എത്രയാണ്? ഹല്ലേലൂയ. അതിൽ നിന്നൊന്നുകൂടെ ഒന്ന് വർദ്ധിക്കുവാനായിട്ട് ഈ ഹല്ലേലൂയ പുതുവർഷത്തിൽ ഹല്ലേലൂയ നമ്മെ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. നിശ്ചയമായും സ്തോത്രം. ഹല്ലേലൂയ നമ്മളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അതിനായി നമ്മെ തന്നെ ഏൽപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. സ്തോത്രം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നത്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. യോശുവയോട് ഹല്ലേലൂയ കർത്താവ് അരുളി ചെയ്യുന്ന പദമാണ് നാം വായിക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോടും കൂടെ ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കൂടെ ഇരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവം കൂടെ ഇരിക്കുന്നുവെങ്കിൽ മനുഷ്യർ കൂടെ ഇരുന്നില്ലേലും പ്രശ്നമില്ല. ഹല്ലേലൂയ. ദൈവം തള്ളിക്കളഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം കൂടെ ഇരിക്കണം നമ്മുടെ എല്ലാ മേഖലകളിൽ. ഹല്ലേലൂയ. നമ്മുടെ സഞ്ചാരത്തിൽ, ഹല്ലേലൂയ നമ്മുടെ യാത്രയിൽ, ഹല്ലേലൂയ നമ്മുടെ കാര്യാദികളിൽ, ഹല്ലേലൂയ എല്ലാ മേഖലകളിലും ദൈവം കൂടെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഹല്ലേലൂയ മോശയോട് പ്രകാരം കൂടെ ഇരുന്നു, അതുപോലെ നിന്നോടും കൂടെ ഇരിക്കുമെന്ന് യോശുവയോട് പറയുവാനിടയായി തീർന്നു. മോശയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്രകാരമാണ് മോശയോട് കൂടെ ഇരുന്നത്. ഹല്ലേലൂയ. മോശയുടെ ജനനത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്ന ഒരു കാലഘട്ടം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ എബ്രായരായി ജനിക്കുന്ന ആൺകുട്ടികളെ കൊന്നുകളയുമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച കാലഘട്ടത്തിലാണ് ഹല്ലേലൂയ മോശ ജനിക്കുവാൻ ഇടയായി തീർന്നത്. എബ്രായ ബാലന്മാരെ ഹല്ലേലൂയ നൈൽ നദിയിൽ ഹല്ലേലൂയ ഒഴുകിക്കളയണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ ജനിക്കുവാനിടയായി തീർന്നു. വെല്ലുവിളികൾ നിറഞ്ഞൊരു ജനനം വളർത്തുകയില്ല, ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ അനുവദിക്കുകയില്ല എന്ന് വെല്ലുവിളിക്കുന്ന ആ കാലഘട്ടത്തിൽ മോശ ജനിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. 3 മാസം വരെ മാതാപിതാക്കൾ മോശയെ ഹല്ലേലൂയ ഒളിപ്പിച്ച് തങ്ങളുടെ ഭവനത്തിൽ വെച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കുഞ്ഞിൻ്റെ ശബ്ദം പുറത്തു വരിക. ഹല്ലേലൂയ. ഈ ഭവനത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റകരമായി തീരും. ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ ഹല്ലേലൂയ ഒരു ഞാങ്ങണയുടെ പെട്ടകമുണ്ടാക്കി തൻ്റെ മാതാപിതാക്കൾ ഹല്ലേലൂയ മോശയെ ആ പെട്ടകത്തിനകത്ത് വെച്ചിട്ട് ഞാങ്ങണക്കിടയിൽ കൊണ്ടുവയ്ക്കുകയാണ്. സ്തോത്രം. നദിയിൽ ഹല്ലേലൂയ നദിയിൽ ഇട്ട് കളയണം. ഹല്ലേലൂയ നദിയിൽ ഒഴുക്കിക്കളയണം, കൊന്നുകളയണമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നദിയിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം തൻ്റെ സഹോദരി ഹല്ലേലൂയ മോശയ്ക്ക് എന്ത് ഭവിക്കും, എങ്ങനെയായി തീരും ഈ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് ഹല്ലേലൂയ മറിഞ്ഞു നോക്കുമ്പോഴാണ് ഹല്ലേലൂയ രാജകൊട്ടാരത്തിൽ നിന്ന് ആ നദിയിലേക്ക് ഒരുവൾ കടന്നു വരുന്നത് കുളിക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഒരിക്കലും പതിവില്ലാത്തതായ ഒരു പ്രവൃത്തി അന്നവിടെ നടക്കുകയാണ്. മോശയെ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകത്തിൽ വച്ചിരിക്കുന്ന അതേ സമയത്ത് ഹല്ലേലൂയ രാജകൊട്ടാരത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ
ഹല്ലേലൂയ രാജകുമാരിയുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ പ്രേരണ ഉണ്ടാകുകയാണ്, ആ നദിയിലേക്കൊന്ന് പോകണം. സ്തോത്രം. ആ നദിയിലേക്കൊന്ന് കടന്നു ചെല്ലണം. ഹല്ലേലൂയ. അപ്രകാരം നദിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ കാണുവാനിടയാകുന്നത് ഒരു പെട്ടകത്തിലിരിക്കുന്ന കുഞ്ഞിനെയാണ്. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഹല്ലേലൂയ ശിശു അതിസുന്ദരനെന്ന് കണ്ടിട്ട് ഹല്ലേലൂയ ആ നദിയിൽ വലിച്ചെറിയുവാൻ ആ രാജകുമാരിക്ക് തോന്നിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൾ ആ കുഞ്ഞിനെ എബ്രായ കുഞ്ഞാണ്. ഈ കുഞ്ഞിന് വിരോധമായിട്ട് ഹല്ലേലൂയ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണമെന്ന് നിയമം നിൽക്കുന്ന സാഹചര്യമാണ്. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഹല്ലേലൂയ ആ കുഞ്ഞിനെ എടുത്തവൾ ഹല്ലേലൂയ ആ രാജാവിൻ്റെ മകൾ ഹല്ലേലൂയ കൊട്ടാരത്തിലേക്ക് കൊണ്ടു ചെല്ലുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കണമേ, ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യം, ദൈവത്തിന് വേണ്ടി നിൽക്കുക ബുദ്ധിമുട്ടുള്ള കാര്യം. സാഹചര്യങ്ങൾ എപ്രകാരമാകട്ടെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ സാഹചര്യങ്ങൾക്കപ്പുറമായി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം, പ്രശ്നങ്ങൾ കടന്നു വന്നേക്കാം. ഹല്ലേലൂയ. എന്നാൽ പ്രതികൂലങ്ങളെ നോക്കി ഹല്ലേലൂയ ഭയപ്പെട്ട് നിൽക്കുവാനല്ല, പ്രതികൂലങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നാം ഭീരുക്കളായി ഓടുന്നവരായി തീരുവാനിടയാകാതെ അതിനെ ജയിക്കുന്നവരായി തീരണം. ജയിക്കുവാനുള്ളതായ ഒരു കരുത്ത് ഹല്ലേലൂയ ദൈവം നമ്മളിൽ തന്നിട്ടുണ്ട്. അതിനെ നാം തിരിച്ചറിയുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ മോശയെ ഹല്ലേലൂയ കൊട്ടാരത്തിൽ ഹല്ലേലൂയ രാജകുമാരിയുടെ മകളായി വളർത്തത്തക്ക നിലയിൽ ഒരു ദൈവ പ്രവൃത്തി മോശയ്ക്ക് വേണ്ടിയിട്ട് വെളിപ്പെടുത്തി. ഹല്ലേലൂയ മോശയുടെ ജനന സമയത്ത് ഹല്ലേലൂയ മോശയോടൊപ്പം ജനിച്ച അനേക കുഞ്ഞുങ്ങൾ മരണപ്പെട്ട ആ സാഹചര്യത്തിൽ ഹല്ലേലൂയ മോശയെ ഹല്ലേലൂയ മരണത്തിന് വിട്ടുകൊടുക്കാതെ വണ്ണം ഹല്ലേലൂയ രാജകൊട്ടാരത്തിൽ വളർത്തുവാൻ ഇടയായെങ്കിൽ ഹല്ലേലൂയ അതിൻ്റെ പിന്നിലൊരു പദ്ധതി ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ മോശയെ കൊണ്ട് ചില കാര്യാദികൾ ചെയ്യിപ്പിക്കണം. ഹല്ലേലൂയ. ആ ഏത് കൊട്ടാരത്തിൽ വളർന്നോ, ഹല്ലേലൂയ ഏത് ദേശത്ത് വളർന്നോ, ആ ദേശത്ത് ഹല്ലേലൂയ ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ, ചില ദൈവപ്രവർത്തികൾ മോശയെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്നുള്ള ദൈവിക പദ്ധതിയായിരുന്നതിനാൽ നീണ്ട 40 വർഷം മോശ രാജകൊട്ടാരത്തിൽ വളരുവാനിടയായി തീർന്നു. അടുത്ത 40 വർഷമോ ഹല്ലേലൂയ ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയ മോശ നേരെ വിപരീതമായിട്ട് മരുഭൂമിയിൽ ഹല്ലേലൂയ ആടുകളെ മേയ്ക്കുന്ന ഹല്ലേലൂയ ആ അവസ്ഥയിലേക്ക് പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി വളർന്ന മോശ ഹല്ലേലൂയ അടുത്ത 41 വയസ്സിലേക്ക് കയറുമ്പോൾ ഹല്ലേലൂയ ആടുകളെ മേയ്ക്കുന്ന ജോലി ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ മരുഭൂമിയിലൂടെ ആടുകൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവിടെയാണ് ഒരു ശബ്ദം കേൾക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നീ ഈ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കേണ്ടതല്ല. എൻ്റെ ജനം കഷ്ടത്തിലായിരിക്കുന്നു, അവരുടെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു, അവരുടെ സങ്കടം ഞാൻ കേട്ടിരിക്കുന്നു, അവരുടെ ഹല്ലേലൂയ അവരുടെ ബുദ്ധിമുട്ടുകളെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ കണ്ടു കേട്ടു ഞാൻ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വിടുവിക്കുവാനായി നീ തന്നെ ആ കൊട്ടാരത്തിലേക്ക് ചെല്ലണം. സ്തോത്രം. ഹല്ലേലൂയ. ഏത് കൊട്ടാരത്തിൽ നിന്നിറങ്ങിയോ അതേ കൊട്ടാരത്തിലേക്ക് ചെല്ലേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്രകാരം ഹല്ലേലൂയ മോശ ഹല്ലേലൂയ അടിമത്തത്തിലായിരിക്കുന്ന തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ പ്രകാരമുള്ള അവസ്ഥകൾ കടന്നു വരാറില്ല. എവിടെ നിന്നെ അനുഭവിച്ചുവോ, എവിടെ കഷ്ടപ്പെട്ടുവോ, എവിടെ ക്ലേശം അനുഭവിച്ചോ അവിടെ തന്നെ പ്രവർത്തിക്കത്തക്ക നിലയിൽ, അവരുടെ മധ്യത്തിൽ തന്നെ പ്രവർത്തിക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ സാധാരണമായ ഒരു ദൈവപ്രവൃത്തിയാൽ നിറച്ചുകൊണ്ട് ഹല്ലേലൂയ വഴി നടത്തുവാൻ ദൈവം ശക്തനാകിയാൽ ഇന്നുള്ള അവസ്ഥകൾക്ക് മാറ്റം വരും. സ്തോത്രം. ഹല്ലേലൂയ. എന്നും ഒരുപോലെ ഇരിക്കയില്ല, എന്നും ഒരുപോലെ ഇരിക്കയില്ല. സാഹചര്യങ്ങൾ മാറും. ഹല്ലേലൂയ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കാനായി ഇറങ്ങി തിരിച്ചുപോ. ഹല്ലേലൂയ. കൈവിടാത്ത ദൈവമായി, ഉപേക്ഷിക്കാത്ത ദൈവമായി ഹല്ലേലൂയ മോശയോട് കൂടെയിരുന്ന കർത്താവ് നമ്മോട് ഓരോരുത്തരോടും കൂടെയിരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശയോട് കൂടെയിരുന്ന് ഹല്ലേലൂയ ഇത്രയേറെ പ്രതികൂലങ്ങളിൽ നിന്ന്, വെല്ലുവിളികളിൽ നിന്ന് ഹല്ലേലൂയ മോശയെ വിടുവിച്ചുവെങ്കിൽ ഹല്ലേലൂയ അനേകരെ വിടുവിക്കുവാനായി മോശയെ തിരഞ്ഞെടുത്തുവെങ്കിൽ ഹല്ലേലൂയ അതുപോലൊരു ദൈവപ്രവൃത്തി നമ്മെ കൊണ്ടും ദൈവം ആഗ്രഹിക്കുമ്പോൾ പാപത്തിന്റെ ചേറ്റുകുഴിയിലായിരിക്കുന്ന ജനത്തെ വീണ്ടെടുക്കുക
വീണ്ടെടുക്കേണ്ടതിന് ഹല്ലേലൂയ അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി നമ്മെ ഓരോരുത്തരെയും കണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നാം ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങൾ മുന്നേറേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഹല്ലേലൂയ അനവധി ഹല്ലേലൂയ ഏരിയയിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഫറവോൻ ഹല്ലേലൂയ മോശയുടെ വാക്ക് കേൾക്കുവാൻ തയ്യാറാകുന്നില്ല. ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാൻ തയ്യാറാകാതെ വന്നപ്പോൾ ഹല്ലേലൂയ 10 ബാധകളാൽ ഹല്ലേലൂയ ഫറവോനെയും ഇസ്രായേൽ ഹല്ലേലൂയ മിസ്രീമരെയും സന്ദർശിക്കുവാനിടയായി തീർന്നു. 10ാമത്തെ ബാധ ഹല്ലേലൂയ കടിഞ്ഞൂൽ സംഹാരമെന്ന 10ാമത്തെ ബാധ ഹല്ലേലൂയ ഓരോ വീടുകളിൽ ഹല്ലേലൂയ കരച്ചിലായിട്ട് ഹല്ലേലൂയ രാജകുട്ടാരം മുതൽ കുടിൽ വരെ ഹല്ലേലൂയ മൃഗങ്ങളിൽ പക്ഷികളിൽ സകലത്തിൻ്റെയും ഹല്ലേലൂയ കടിഞ്ഞൂലുകളെ സംഹരിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ ബാധ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ രാജാവിൻ്റെ ഹൃദയത്തിനൊരു അലിവുണ്ടാകുവാനിടയായി തീർന്നു. അതുവരെ കല്ലുപോലെ ഇരുന്ന ഹൃദയം ഹല്ലേലൂയ അനേക കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ കഠിന ഹൃദയത്തോട് ഹല്ലേലൂയ ഇസ്രായേൽ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ രാജാവ് ആ കൊട്ടാരത്തിൽ കരച്ചിലുയർന്നപ്പോൾ ഹല്ലേലൂയ അടിമത്തത്തിലായിരിക്കുന്ന ജനത്തെ വിട്ടയക്കുവാനിടയായി തീർന്നു. വിട്ടയച്ച് ഹല്ലേലൂയ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ മുന്നോട്ട് പോകാതെ വണ്ണം ചെങ്കടൽ അവർക്കൊരു ഹല്ലേലൂയ ബുദ്ധിമുട്ടായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെയും ജീവിതം ഇപ്രകാരമാണ്. നാം യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ഒരു പരിധി വരെ പോയി ഹല്ലേലൂയ അവിടുന്ന് പിന്നെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ നിൽക്കുന്ന അനുഭവങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, ഇതിൻ്റെ പിന്നിലൊരു ദൈവപ്രവൃത്തി ഉണ്ട്. അതുകൊണ്ട് നിൽക്കുവാനിടയാകാതെ വണ്ണം തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് നാം മുന്നേറുന്നവരായി തീരണം. ഹല്ലേലൂയ ചെങ്കടലിൻ്റെ ഹല്ലേലൂയ അരികിൽ വന്ന ഹല്ലേലൂയ ജനമിരുന്ന് പിറുപിറുക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ ജനം നോക്കുമ്പോൾ ഹല്ലേലൂയ അവരെ അടിമത്തത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് ഹല്ലേലൂയ ഫറവോനും സേനയും കടന്നു വരുന്നത് കണ്ടപ്പോൾ ഹല്ലേലൂയ ജനം പിറുപിറുക്കിയാണ്, ഞങ്ങളെ ഹല്ലേലൂയ ഇവിടെ കൊണ്ടുവന്നത് എന്തിനെ? ഹല്ലേലൂയ മിസ്രീമിൽ ശവക്കുഴിയിലാഞ്ഞിട്ടോ? ഹല്ലേലൂയ ഹല്ലേലൂയ മോശയുടെ ഹൃദയം വേദനിക്കുവാനിടയായി തീർന്നു. മോശ ഹല്ലേലൂയ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ കരഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവം മോശയോട് സംസാരിക്കുകയാണ്, ഇന്ന് കണ്ട മിസ്രീമിനെ ഈ പുറകെ വരുന്നില്ലേ, ഈ പിന്തുടർന്ന് വരുന്ന മിസ്രീമില്ലേ ഹല്ലേലൂയ ഇതിനെ ഇനിമേലാൽ കാണുകയില്ല. ഇന്ന് രക്ഷവരും, ചെങ്കടലാണ് മുന്നിൽ ഹല്ലേലൂയ മറികടക്കുകയില്ല, മുന്നോട്ട് പോകുകയില്ല എന്ന് വാദിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം പറയുകയാണ്, ഇന്ന് കണ്ട മിസ്രീമിനെ, ഈ പിന്തുടർന്നു വരുന്ന മിസ്രീമിനെ ഇനിമേലാൽ കാണുകയില്ല. രക്ഷ ഹല്ലേലൂയ വന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വസിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ദൈവശബ്ദമാണ് മോശ കേൾക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ചെങ്കടലിനെ ഹല്ലേലൂയ രണ്ടായി ദൈവം വിഭാഗിച്ചു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ രണ്ടായി വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തുകൂടി ഹല്ലേലൂയ ഹല്ലേലൂയ വഴിയില്ല, അല്ലേ ഈ ഉണങ്ങിയ നിലം ഉണ്ടാകുകയില്ല, ഇനി മുന്നോട്ട് യാത്രയില്ല എന്ന് ചിന്തിച്ച് പിറുപിറുത്ത ജനത്തെ ഹല്ലേലൂയ ഉണങ്ങിയ ചെങ്കടലിലൂടെ ഹല്ലേലൂയ ചെങ്കൽ പാത ഒരുക്കി ഹല്ലേലൂയ മുന്നോട്ട് നയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ ആ ചെങ്കടലിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ ഫറവോനും സൈന്യവും തൊട്ടു പിന്നാലെ കടന്നു വരുന്നെങ്കിലും ഹല്ലേലൂയ അവരെ തൊടുവാൻ അനുവദിക്കാതെ വണ്ണം സ്തോത്രം ഹല്ലേലൂയ അവരെ സൂക്ഷിച്ചുകൊണ്ട് അവരെ അക്കരെ കടത്തുകയും സ്തോത്രം പിന്തുടർന്നു വന്ന ഫറവോനെയും സൈന്യത്തെയും സ്തോത്രം ഹല്ലേലൂയ രഥങ്ങളും ഹല്ലേലൂയ കുതിരപ്പടകളും ചക്രങ്ങളും എല്ലാത്തെയും ആ ഹല്ലേലൂയ ചെങ്കടലിൽ മുക്കിയിട്ടുകൊണ്ട് ഹല്ലേലൂയ എന്നേക്കുമായി സംഹരിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് കണ്ട മിസ്രീമിനെ ഇനി മേലാൽ കാണുകയില്ല എന്നുള്ള ആ വാക്കിനെ ദൈവം പാലിച്ചുകൊണ്ട് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. മോശയ്ക്ക് മാത്രമല്ല, ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, ഇന്ന് വാഗ്ദത്തം പ്രാപിച്ച നാം ആകുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നമ്മെ പിന്തുടർന്നു വരുന്ന ശക്തികളെ കീഴടക്കി ജയിക്കേണ്ടതിനാണ് ഹല്ലേലൂയ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പിന്തുടർന്നു വരുന്ന രോഗശക്തികൾ, പിന്തുടർന്നു വരുന്ന കടഭാരങ്ങൾ, പിന്തുടർന്നു വരുന്ന മാനസിക സംഘർഷങ്ങൾ, ഹല്ലേലൂയ പിന്തുടർന്നു വരുന്ന കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെ നമ്മെ പിന്തുടർന്നു വരുന്ന സകല ഹല്ലേലൂയയെയും ജയിച്ചുകൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങൾ നാം മുന്നേറേണ്ടത് ആവശ്യമാണ്.
സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ മുന്നേറണമോ? നാം ഒന്ന് ഹല്ലേലൂയ ആത്മാവിൽ ഉണരണം. ഹല്ലേലൂയ. നമ്മുടെ ആത്മക്കണ്ണുകൾ തുറക്കണം. സ്തോത്രം. ഹൃദയദൃഷ്ടികൾ പ്രകാശിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഈ പ്രകാരം പോയ പോയിട്ട് ഹല്ലേലൂയ മോശയുടെ കാലം കഴിഞ്ഞതിന് ശേഷം യോശുവയെ ഹല്ലേലൂയ മോശയുടെ സ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവം യോശുവയോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. സ്തോത്രം. ജീവകാലത്ത് ഒരു മനുഷ്യനും നിനക്ക് വിരോധമായി നിൽക്കയില്ല. ഹല്ലേലൂയ. ഞാൻ മോശയോട് കൂടെയും ഇരുന്നത് പോലെ ഹല്ലേലൂയ നിന്നോട് കൂടെ ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഇനി എന്താകും, എപ്രകാരമാകും ഈ ജനത്തെ നയിക്കുന്നത് എന്നുള്ള ഹല്ലേലൂയ വളരെയധികം ചിന്തകൾ, ടെൻഷൻ, ഭാരമൊക്കെയും കടന്നു വരുമ്പോൾ പറയുകയാണ് ഹല്ലേലൂയ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, നീ ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കൂടെ ഇരിക്കുന്നവനാണ്, ഒരു വ്യക്തിയും നിന്റെ നേരെ നിൽക്കയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മോട് ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ജീവിതത്തിന് വിപരീതമായി കടന്നു വരുന്നത്, പ്രതികൂല സാഹചര്യങ്ങളാണോ ഹല്ലേലൂയ അതേറെ നാളായി നിൽക്കയില്ല. സ്തോത്രം. അതിന് നിൽക്കയില്ല. ഹല്ലേലൂയ. യോശുവയോട് നിന്റെ നേരെ ഒരു മനുഷ്യനും നിൽക്കയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഒരു വ്യക്തിയും ഹല്ലേലൂയ ഒരു ശക്തിയും നിൽക്കാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ദൈവമാകുമ്പോൾ നാം ദൈവസന്നിധാനത്തിൽ മുട്ടുമടക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധാനത്തിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ നാം ഇരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ നമുക്കെതിരെ വരുന്ന ഹല്ലേലൂയ പൈശാചിക മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ ദൈവം തന്നെ യുദ്ധം ചെയ്യും. സ്തോത്രം. ദൈവം തന്റെ ദൂതനെ ഇറക്കി യുദ്ധം ചെയ്ത് തന്റെ ജനത്തെ വിടുവിക്കും. നാം അറിയാതെ ഹല്ലേലൂയ നമുക്ക് വിരോധമായി വ്യാപരിക്കുന്ന അദൃശ്യ വ്യാപാരങ്ങളുടെ മേൽ ഹല്ലേലൂയ ഒരു യുദ്ധം നടത്തി ഹല്ലേലൂയ നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എത്രയോ അനർത്ഥങ്ങൾ നമുക്ക് വിരോധമായി കടന്നു വന്നില്ലേ, എത്രയോ ആപത്തുകൾ കടന്നു വന്നില്ലേ. ഹല്ലേലൂയ. മരണം മുൻപിൽ കടന്നു വന്ന സാഹചര്യങ്ങളില്ലേ. ഹല്ലേലൂയ. അവിടെയൊക്കെ രക്ഷപ്പെട്ടത് നമ്മുടെ മിടുക്ക് കൊണ്ടാണോ, നമ്മുടെ യോഗ്യത കൊണ്ടാണോ, നമ്മുടെ കഴിവ് കൊണ്ടാണോ? അല്ല, ദൈവം പ്രവർത്തിച്ചത് കൊണ്ടാണ്. സ്തോത്രം. ഇന്ന് നാം ജീവനോടെ ഈ ഭൂമിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര നാം ദൈവത്തെ സ്തുതിച്ചാലും മതി വരികയില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ 2025 നാം ഒന്ന് ഓർക്കുമ്പോൾ ഹല്ലേലൂയ എത്ര പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയത്, എത്ര ക്ലേശങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഹല്ലേലൂയ. എന്നാൽ അവിടെ നിന്നെല്ലാം പുറത്തിറക്കിയില്ലേ. ഹല്ലേലൂയ. മുന്നോട്ട് നടത്തുവാൻ അവൻ ശക്തനല്ലേ. ഹല്ലേലൂയ. ആ ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കെതിരെ വരുന്ന സകലത്തെയും ഹല്ലേലൂയ അതിനെ മറികടക്കുവാൻ, നമുക്കെതിരെ വരുന്ന സകലത്തെയും അതിജീവിക്കുവാൻ ഉള്ള കരുത്ത് നൽകിക്കൊണ്ട് ഹല്ലേലൂയ നമ്മെ മുന്നോട്ട് നടത്തുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ യോശുവയോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ യോശുവയോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ബലവും ധൈര്യമുള്ളവരായിരിപ്പീൻ, അവരെ പേടിക്കരുതേ, ഭ്രമിക്കുകയുമരുതേ, നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. മുന്നിൽ നിൽക്കുന്നതിനെ ഹല്ലേലൂയ മുന്നിൽ കടന്നു വരുന്നതിനെ, അത് ശത്രുക്കളാകാം, ഹല്ലേലൂയ മിത്രങ്ങളാകാം, ആര് തന്നെ ആയാലും അവരെ പേടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ബലവും ധൈര്യമുള്ളവരായിരിപ്പീൻ. സ്തോത്രം. നാം ബലപ്പെടണം. ഈ ദിവസങ്ങൾ എവിടെയൊക്കെ പതറിപ്പോകുമോ, ഹല്ലേലൂയ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയാണോ, അവിടെ ധൈര്യപ്പെട്ടേ മതിയാകും. സ്തോത്രം. ഹല്ലേലൂയ. സാഹചര്യങ്ങൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൽ നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അബ്രഹാം എപ്രകാരം വിശ്വസിച്ചോ അപ്രകാരം നാമും സാഹചര്യങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി തീരണം. ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ, ബലവും ധൈര്യമുള്ളവരായിരിപ്പീൻ, പേടിക്കരുത്. സ്തോത്രം. ഭ്രമിക്കുകയുമരുത്, നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. പലപ്പോഴും ഭയപ്പെടുത്തുന്ന, ഭീതി ഉളവാക്കുന്ന കാര്യാദികൾ നമ്മുടെ കണ്ണിന് മുൻപിൽ കൊണ്ടുവന്ന് നമ്മെ ഭയപ്പെടുത്തുന്നതിന്റെ കാരണമെന്ത്? മുന്നോട്ട് പോകാതെ ഇരിക്കുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭയം നമ്മളിൽ കടന്നു വന്നിട്ട് നാം ഭയത്തോടെ ആയിരിക്കേണ്ടതിനാണ്. എന്നാൽ ഇന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വപ്നത്തിലൂടെ കടന്നു വരുന്ന ഭയമാകട്ടെ, മറ്റുള്ളവരെ നോക്കുമ്പോഴുള്ള ഭയമാകട്ടെ, എപ്രകാരമുള്ള ഭയമാണോ അതിൽ നിന്ന് ജയമെടുക്കണം. ദൈവവചനം പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ പേടിക്കരുത്, ഭ്രമിക്കുക
അരുതേ. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെയിരിക്കും. ദൈവം പറഞ്ഞാൽ അത് ഹല്ലേലൂയ അപ്രകാരം തന്നെയായി തീരും. ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല, നമ്മോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ കൂടെ ഇരിക്കുന്ന ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ ഭയപ്പെടാതെ വണ്ണം ഉറച്ചു നിൽക്കത്തക്ക നിലയിൽ, വീര്യം പ്രവർത്തിക്കത്തക്ക നിലയിൽ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. ഈ വൈകിയ സമയത്ത് നമ്മെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്തോത്രം. ഇവിടെ എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാവ് ഹല്ലേലൂയ തൻ്റെ മക്കളോട് പറയുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തോട്, ഹല്ലേലൂയ അടിമത്തത്തിൽ നിന്ന് വേർതിരിച്ചു വന്ന ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അന്നേരം ഹല്ലേലൂയ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ എപ്പോഴും നമ്മെ പിന്തുടരുന്നത് എന്താണ്? ഭയമാണ്. സ്തോത്രം. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മെ ഭയം പിന്തുടരുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന വാക്ക് ഹല്ലേലൂയ ബൈബിളിൽ ഉച്ചരിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഭയപ്പെടരുത്. അല്ലെങ്കിൽ നമ്മെ ഭയത്താൽ കീഴടക്കുവാൻ ശത്രു പദ്ധതികൾ ഒരുക്കുമ്പോൾ, ശത്രു പ്ലാനുകൾ ഒരുക്കുമ്പോൾ നാം ഭയപ്പെടരുത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്നത് മനുഷ്യരല്ല. മനുഷ്യർ കൈവിടുന്ന സ്ഥാനത്തെ, മനുഷ്യർ തള്ളിക്കളയുന്ന സ്ഥാനത്തെ, മനുഷ്യർ ഉപേക്ഷിക്കുന്ന സ്ഥാനത്തെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട. ഹല്ലേലൂയ. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? ബലം നഷ്ടപ്പെട്ടു പോയി പേടിച്ചിരിക്കുമ്പോൾ ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ സഹായിക്കും. സഹായിപ്പാൻ ആരുമില്ലാത്ത അവസ്ഥയാണോ? സഹായിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. കുഴഞ്ഞ് വീണു പോകും, ആരുമില്ല എന്നെ ഒന്ന് താങ്ങാൻ എന്ന് ചിന്തിക്കുന്ന സാഹചര്യമാണോ? താങ്ങുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. താങ്ങുന്ന ദൈവം. സ്തോത്രം. എപ്രകാരമാണ്? നീതിയുള്ള വലം കൈകൊണ്ട് താങ്ങുന്ന ദൈവം. ബലമില്ല എന്ന് തോന്നുന്നിടത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തിയാൽ നിറച്ചു നമ്മെ വഴി നടത്തുന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. പറയുന്നത് ഹല്ലേലൂയ സഹായിപ്പാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ പലപ്പോഴും നാം പറയത്തില്ലേ, എന്നെ ആരും സഹായിക്കുന്നില്ല. ആ 38 വർഷമായി ഹല്ലേലൂയ കുളക്കരയിൽ കിടന്ന ആ വ്യക്തി യേശു കർത്താവിനെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? മനുഷ്യരായിട്ട് എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ സഹായിച്ചിരുന്നുവെങ്കിൽ നീണ്ട ഈ 38 വർഷം ഞാൻ ഈ കുളക്കരയിൽ കിടക്കേണ്ടതായി വരികയില്ലായിരുന്നു എന്ന് യേശു കർത്താവിനോട് പറഞ്ഞപ്പോൾ ആ വ്യക്തിയെ കണ്ടുകൊണ്ടാണ് ഹല്ലേലൂയ 38 വർഷമായി കിടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ വ്യക്തിയെ ഹല്ലേലൂയ വിടുവിക്കുവാനായി യേശു കർത്താവ് ആ വഴിക്ക് വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 38 വർഷമായി ഒരു വ്യക്തി ഇവിടെ കിടക്കുകയാണ്. ആ വ്യക്തിയെ സഹായിപ്പാൻ ആരുമില്ല. അവനെ ഞാൻ സഹായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. സ്തോത്രം. അവൻ്റെ ആ മനോഭാരം പറയുകയാണ്, എന്നെ സഹായിപ്പാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. എന്നെ സഹായിപ്പാൻ ആരുമില്ല. പലപ്പോഴും നാമും പറയാറില്ല എന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന്. എന്നാൽ സഹായിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. സഹായിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആ കർത്താവിൽ ആശ്രയിപ്പാൻ തയ്യാറാകുമോ? ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകുമോ? നിശ്ചയമായും ദൈവം നമ്മെ സഹായിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ വലം കൈകൊണ്ട് താങ്ങുന്ന ദൈവമാണ്. സ്തോത്രം. അതിന് ശേഷം യെശയ്യാ പ്രവചനം 41 അധ്യായം അതിൻ്റെ 11 വാക്യത്തിൽ പ്രകാരം പറയുന്നത്, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. സ്തോത്രം. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലാത്താനും. സ്തോത്രം. ഹല്ലേലൂയ. ശക്തീകരിച്ചിട്ട് ബലപ്പെടുത്തിയിട്ട് ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിന്നോട് ചെയ്യുന്നവരോട് ഞാൻ പ്രവർത്തിക്കും. സ്തോത്രം. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ചമ്പരന്ന് പോകും. സ്തോത്രം. മറ്റുള്ളവർ ലജ്ജിക്കത്തക്ക നിലയിൽ പ്രവർത്തിപ്പാൻ നാം അവർക്ക് വിരോധമായി, നമ്മുടെ ശത്രുക്കൾക്ക് വിരോധമായി പ്രതികാരം ചെയ്യുവാൻ പോകേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക്
ദൈവിക മാന്യതകൾ നൽകി മാനിക്കുമ്പോൾ ശത്രുക്കൾ അമ്പരന്ന് പോകത്തക്ക നിലയെ ശത്രുക്കളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെ ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ എത്ര പോരാട്ടങ്ങൾ കടന്നു വന്നു. ഇന്നൊക്കെ അവരൊക്കെയും ഇന്നുണ്ടോ? ഹല്ലേലൂയ. പോരാടിയവർ ഇന്നുണ്ടോ? ഇല്ലാതാക്കി തീർത്തുകൊണ്ട് തൻ്റെ ജനത്തെ ഇന്നുവരെയും നടത്തിയെങ്കിൽ ഹല്ലേലൂയ, ആ ദൈവം വിശ്വസ്തനാണ് വഴി നടത്തുവാൻ. ഹല്ലേലൂയ. അവിടെ പിന്നെയും മുന്നോട്ട് നാം നോക്കുമ്പോൾ പറയുന്നത്, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്നെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. വലം കൈ പിടിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ വലം കൈ പിടിച്ച് ഞാൻ നിന്നെ സഹായിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഏത് സാഹചര്യങ്ങൾ കടന്നു വരട്ടെ, സഹായിപ്പാൻ കഴിവുള്ള കർത്താവാണ് കൂടെ ഇരിക്കുന്നത്. സ്തോത്രം. അതേ യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അവിടെയും കാണുവാൻ കഴിയുന്നത് എന്താണ്? ഹല്ലേലൂയ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ നദിയിൽ കൂടി കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. സ്തോത്രം. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ കൂടെയിരിക്കുന്ന ദൈവം നദിയിൽ കൂടി കടക്കുമ്പോൾ മീതെ കവികയില്ല. മോശയെ നദിയിൽ കൊണ്ടുവച്ചു എങ്കിൽ നദി മുക്കിക്കളയുവാൻ മോശയെ അനുവദിക്കാതെ വണ്ണം മോശയെ ആ നദിയിൽ നിന്ന് വലിച്ചെടുത്ത് ഹല്ലേലൂയ മോശ എന്ന പേരിട്ട് രാജകൊട്ടാരത്തിൽ വളരത്തക്ക നിലയിൽ അനേകരെ വിടുതലിന് കാരണമാകി തീരത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിച്ച ദൈവം നമുക്കായി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു കർത്താവും ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ യേശു കർത്താവ് ഹല്ലേലൂയ പടകിൽ ഉറങ്ങുവാനിടയായി തീർന്നു. യേശു കർത്താവ് പടകിൽ ഉറങ്ങിയപ്പോൾ അല്ലെ ശിഷ്യന്മാർ ഹല്ലേലൂയ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്നൊരു കാറ്റ്, ഹല്ലേലൂയ, പെട്ടെന്ന് തിരമാലകൾ ആഞ്ഞടിക്കുന്നു, പെട്ടെന്ന് കൊടുങ്കാറ്റുകൾ കടന്നു വരുന്നു. ആ പടകിന് നേരെയാണ് കടന്നു വന്നിരിക്കുന്നത്, ആ പടകിനെ മുക്കിക്കളയുവാനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ശിഷ്യന്മാർ അവർ പ്രയത്നിക്കാവുന്നിടത്തോളം പ്രയത്നിച്ചു. എന്നിട്ടും ഹല്ലേലൂയ വയ്യാതെ വന്നപ്പോൾ ഹല്ലേലൂയ അവിടെ നിലവിളിക്കുകയാണ്, ഗുരോ, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് മനസ്സുണ്ടോ? നിലവിളിയുടെ മധ്യത്തിൽ യേശു ഉണർന്നതിന് ശേഷം ഹല്ലേലൂയ കാറ്റിനെയും കടലിനെയും ശാസിച്ചിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്തേ? നിങ്ങൾ ഭയപ്പെടുന്നത് എന്തേ? ഹല്ലേലൂയ. ഭീരുക്കളാകുന്നത് എന്തേ? പതറിപ്പോകുന്നത് എന്തേ? നിങ്ങൾ പതറിപ്പോകരുത്, ഞാൻ കൂടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ കൂടെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കുകയില്ല. സ്തോത്രം. ദൈവം കൂടെ ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ഒന്നും സംഭവിക്കാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് വഴി നടത്തുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ മുന്നോട്ട് നാം നോക്കുമ്പോൾ ഹല്ലേലൂയ, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. തീയുടെ സാഹചര്യങ്ങൾ വെന്തു പോകും, വെള്ളത്തിൻ്റെതായ സാഹചര്യങ്ങൾ മുക്കി വെള്ളത്തിൽ മുങ്ങിയാൽ പിന്നെ രക്ഷപ്പെടുവാൻ സാധ്യതയില്ല. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് അകപ്പെട്ടു പോകും. ഹല്ലേലൂയ. പിന്നെ പുറത്തു വരികയില്ല എന്ന് മുദ്ര എഴുതുന്ന സാഹചര്യങ്ങളിൽ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. തീയുടേതായ അനുഭവം, അഗ്നി പരിശോധന പോലെയുള്ള ശോധനകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് ഹല്ലേലൂയ ചിന്തിക്കുന്ന സാഹചര്യങ്ങളെ നിലനിർത്തുന്ന ദൈവം. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടപ്പോൾ ഹല്ലേലൂയ അവിടെ ആ എണ്ണയെ തണുപ്പിച്ചുകൊണ്ട് യോഹന്നാനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അപ്പോഴാണ് യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിലേക്ക് യോഹന്നാനെ നാട് കടത്തപ്പെട്ടത്. ഹല്ലേലൂയ. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ബാലന്മാരെ നോക്കുമ്പോൾ അവർ ദൈവത്തെ സേവിക്കുന്നതിനാൽ ഹല്ലേലൂയ തീച്ചൂളയിലേക്ക് അവരെ വലിച്ചെറിയപ്പെട്ടു. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ ബാലന്മാർ പ്രകാരം പറയുകയാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുവാൻ രക്ഷിക്കുവാൻ ശക്തനായ ദൈവമാണ് ഞങ്ങൾ സേവിക്കുന്ന ദൈവം. ആ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലേലും ഹല്ലേലൂയ ഈ തീച്ചൂളയിലൂടെ പോകേണ്ടി വന്നാലും ഹല്ലേലൂയ രാജാവിൻ്റെ പറയുന്ന കാര്യങ്ങളെ ഞങ്ങൾ കേൾക്കയില്ല. സ്തോത്രം. തീച്ചൂളയിലൂടെ പോകേണ്ടി വന്നാൽ രാജാവിൻ്റെ വാക്ക് ഞങ്ങൾ കേൾക്കയില്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് മാത്രമേ കേൾക്കൂ. അവ 3 ബാലന്മാരുടെ ദൃഢ നിശ്ചയത്തെ നാം ഒന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ തീയുടെ ചൂട് 7 മടങ്ങായി വർദ്ധിപ്പിച്ചു. അവരെ കൈകാലുകൾ ബന്ധിതരാക്കി അവരെ വലിച്ചെറിയുവാനായിട്ട് തീച്ചൂളയുടെ അടുത്തേക്ക് കൊണ്ടുപോയവർ ഭസ്മമായി തീർന്നു. അന്നേരം തീയുടെ ചൂട് നോക്കണമേ, അവരെ കൊണ്ടുപോയവർ ഭസ്മമായി. എന്നാൽ ഈ ബാലന്മാർക്കൊന്നും സംഭവിപ്പാൻ
നിൽക്കുവാനിടയായില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി പരിശോധനയുടെ മധ്യത്തിൽ നിൽക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ, മറ്റുള്ളവർ എന്ത് സംഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്നും കേടുവരുത്താതെ വണ്ണം ആ പരിശോധനയിലൂടെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. സ്തോത്രം. ഒരു പൊന്നിനെ ഹല്ലേലൂയ തീയിലിട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ അതിൻ്റെ കീടങ്ങളെല്ലാം മാറി അത് ശുദ്ധീകരിക്കപ്പെട്ട് അത് തിളക്കമുള്ളതായി പുറത്തു വരുന്നത് പോലെ അഗ്നി പരിശോധനയിൽ നിന്ന് പുറത്തു വരത്തക്ക നിലയിൽ ദൈവം നമുക്കായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ബാലന്മാർ ഹല്ലേലൂയ തീയിലേക്ക് വലിച്ചടക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ നാലാമനായി ദൈവം ആ തീയിലേക്ക് ഇറങ്ങുവാനിടയായി തീർന്നു. സ്തോത്ര. ഹല്ലേലൂയ ആ തീയുടെ ബലത്തെ കെടുത്തിക്കൊണ്ട് നാലാമനായി ദൈവം ആ തീയിലേക്ക് ഇറങ്ങിയപ്പോൾ അവരെ ബന്ധിച്ച ബന്ധനങ്ങളെല്ലാം പൊട്ടിപ്പോയി. സ്തോത്രം. അവരുടെ മുടിക്ക് പോലും ഒരു തീയുടെ ലേശം പോലും ഏൽക്കുവാനിടയാകാതെ വണ്ണം അവർ ആ തീയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഹല്ലേലൂയ ഒരു രാജ്യം മുഴുവന് ജീവനുള്ള ദൈവമാണ് ഇവരുടെ ദൈവമെന്ന് പറയത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിപ്പാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 ബാലന്മാർ തീയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ രാജാവ് പോലും പറയുകയാണ് ഇവരുടെ ദൈവമാണ് വാസ്തവമായ ദൈവം. സ്തോത്രം. അപ്രകാരം പറയത്തക്ക നിലയിലെ നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. യോശുവയോട് കൂടെ ഇരുന്ന കർത്താവ് പറയുകയാണ് ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല. സ്തോത്രം. ഒരിക്കലും കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവ. കഷ്ടത എന്ന കഠിന ശോധനയുടെ മധ്യത്തിൽ തീയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട സാഹചര്യത്തിൽ ഹല്ലേലൂയ ഉപേക്ഷിക്കാതെ വണ്ണം ആ തീയിലേക്ക് ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് രക്ഷിക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലാണോ അവിടേക്ക് ഇറങ്ങി വരുന്ന ദൈവം. ഹല്ലേലൂയ. നാം എന്ത് ചെയ്യണം? നാം ദൈവസന്നിധാനത്തിൽ നിൽക്കുവാൻ തയ്യാറാകണം. നാം ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളിലും വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുക. മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമാകത്തക്ക നിലയില്, മറ്റുള്ളവരൊരു ദൈവപ്രവൃത്തി വെളിപ്പെടത്തക്ക നിലയില് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാമോ? സ്തോത്രം. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലായിരിക്കാം പ്രിയമുള്ളവരെ, എന്നാൽ ദൈവം നമുക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. നാം പോകുന്ന കഷ്ടതകൾ ഹല്ലേലൂയ ദൈവം കാണാതെ ഇരിക്കുന്നുവെന്ന് നാം ചിന്തിക്കരുത്. ഹല്ലേലൂയ അതിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുവാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ശിഷ്യന്മാർ നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ ചോദ്യത്തിൻ്റെ മധ്യത്തിൽ പിന്നെ കർത്താവ് ഉറങ്ങുവാനിടയായി തീർന്നില്ല. കർത്താവ് എഴുന്നേൽക്കുവാനിടയായി തീർന്നു. എഴുന്നേറ്റപ്പോൾ ആദ്യം ഹല്ലേലൂയ അവരെ ഭീതിപ്പെടുത്തുന്ന, അവരെ ഭയപ്പെടുത്തുന്ന ആ കാറ്റിനെയും ആ തിരമാലകളെയും ശാന്തമാക്കിക്കൊണ്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഭീരുക്കളാകുന്നത്? ഞാൻ കൂടെയില്ലേ? ഞാൻ കൈവിട്ടു പോയോ? നിങ്ങളെ ഞാൻ കൈവിട്ടോ? നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചോ? ഇല്ലല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഭീരുക്കളാകരുത്. നമ്മുടെയും ജീവിതത്തിന് വിരോധമായി വരുന്ന സകലത്തെയും അഭിമുഖീകരിക്കുവാനുള്ള കരുത്തിനെ പ്രാപിക്കേണ്ടതിനായിട്ട് നമ്മെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഹല്ലേലൂയ. നാം ഒന്ന് ദൈവസന്നിധാനത്തിൽ നമ്മെ ഒന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാകുമോ? ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നാം തയ്യാറാകുമോ? ദൈവം നമ്മെ മാനിക്കുക തന്നെ ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആ പ്രവൃത്തി കാണുവാനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല ഹല്ലേലൂയ വൈകസമയത്തിനായി സ്തുതിക്കുന്നു. വൈകസമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. വചനം കേട്ട് ഓരോ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് പ്രിയ മക്കളോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് അങ്ങയുടെ കരം ചലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. മോശയോട് കൂടെ ഇരുന്ന കർത്താവ്, യോശുവയോട് കൂടെ ഇരുന്ന ദൈവം ഹല്ലേലൂയ ഈ മക്കളോടും കൂടെ ഇരിക്കുമാറാകണമേ. ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിലേക്ക് അങ്ങിറങ്ങി വന്ന ഹല്ലേലൂയ ആ സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ അനുകൂലമായി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കഷ്ടതകൾ, എല്ലാ പ്രതികൂലങ്ങൾ മാറണമപ്പാ. വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്തദാസി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം കർത്താവെ. ഈ പേജിലൂടെ നടക്കുന്ന ശുശ്രൂഷകൾ അനേകർക്ക് വിടുതലിന് കാരണമാകണം. അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. തന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥനയിട്ടിരിക്കാതെ വാഴ്ത്തുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാൻ ശക്തനായ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. ആ കർത്താവിന് വേണ്ടി നിൽക്കാം. ദൈവം നമ്മളിൽ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. വൻ കാര്യങ്ങളെ പ്രവർത്തിപ്പാൻ ശക്തനായ കർത്താവിൽ ആശ്രയിക്കേണ്ടതിന് ഹല്ലേലൂയ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം.